വ്യാസ മഹർഷി. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഗുരു സംസ്കാരമാണ്. ഇവിടെ അച്ഛന് പുത്രനെ പോലും എന്തായി കാണാൻ പറ്റി? ഗുരുവായി കാണാൻ പറ്റി. അപ്പൊ ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം, ശിഷ്യൻ ഗുരുവാകുന്നു, പിന്നീട് ആ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശിഷ്യൻ ഗുരുവാകുന്നു, പിന്നീട് ശിഷ്യൻ ഗുരുവായി ഇത് പറഞ്ഞു കൊടുത്തിട്ട് ആ ശിഷ്യനും ഗുരുവായിത്തീരുന്നു. അങ്ങനെ ഗുരു ശിഷ്യ പരമ്പരയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അവരൊക്കെ നമസ്കരിച്ചുകൊണ്ട് കഥയിലേക്ക് പോവുകയാണ്. ഇവിടെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യ കഥയിലേക്ക്. പണ്ട് ഈ കഥ നടക്കുന്നത് നൈമിഷാരണ്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാനതിനെ ഭാഗവതം വരുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോൾ അങ്ങനെ കഥ പറഞ്ഞു പോവാം നമുക്ക്. നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കഥ നടക്കുന്നത്. അവിടെ ശൗനകാദി ഋഷീശ്വരന്മാര് യാഗം ചെയ്യുന്നു. എങ്ങനെ ഈ നൈമിഷാരണ്യം വന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കലിയുഗം ആരംഭിച്ചപ്പോൾ ഈ ശൗനക ഋഷീശ്വരന്മാര് ബ്രഹ്മാവിനെ ചെന്നുകൊണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു, കലിദോഷം നീങ്ങാൻ ഒരു യാഗം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മോഹമുണ്ട്. അതിന് പറ്റിയ ഇടം എവിടെയാണ് ഭൂമിയിൽ എന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞു തരുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അത്രേ, ബ്രഹ്മാവ് ഒരു ചക്രം കൊടുത്തയച്ചു എന്നാണ്. ഇതൊക്കെ നിങ്ങൾ കഥാരൂപത്തിലേക്ക് കേൾക്കാവേ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ശാസ്ത്രീയത ഞാൻ ഭാഗവതം വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ സയൻസ് ഉണ്ട്. ആരാണ് ബ്രഹ്മാവ്, എന്താണ് നൈമിഷാരണ്യം, അപ്പൊ നമുക്ക് കൂടുതൽ കാണാം. ഇത് മാഹാത്മ്യമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു ചക്രം നേമി കൊടുത്ത് അയച്ചു എന്നാണ്. ഇത് എവിടെ ഉശീരണം സംഭവിച്ച് എവിടെ ചേരുന്നുവോ അത് നൈമിഷാരണ്യം. ആ സ്ഥലം അറിയപ്പെട്ട് അവിടെ യാഗം ചെയ്യണം. അങ്ങനെ ശൗനക ഋഷീശ്വരന്മാര് അവിടെ യാഗം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് കടന്നു വരുന്നു സൂതൻ. ആ സൂതനെ നമസ്കരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്: അജ്ഞാനദ്വാന്ത വിദ്വംസ കോടി സൂര്യ സമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം ഭക്തിജ്ഞാന വിരാഗപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ നിരാസശ്ച വൈഷ്ണവേ ക്രിയതേ കഥം ഇഹ ഘോരേ കലു പ്രായോ ജീവശ്ചാസുരതം ഗതാ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം ശ്രേയസാമെദ്ഭവേ ശ്രേയ പാവനാനം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം തൽ വദാതുനാ ചിന്താമണിർലോകസുഖം സുരദ്രു സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗിദുർലഭം. എല്ലാവരുടെ ഉള്ളിലുമുള്ള അജ്ഞാനത്തെ നീക്കി അവരുടെ മനസ്സിൽ സൂര്യകോടി സമപ്രഭ, തേജസ്സാർന്ന തൻ്റെ ഉള്ളിൽ തേജസ്സിനെ കൊണ്ട് നടക്കുന്ന ഗുരു അവരുടെ ഉള്ളിലേക്കും ഈ തേജസ്സിനെ കൊണ്ടുവരാൻ ആ കഥാസാരത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, ഈ ഘോരമായ കലിയിൽ നിന്നും എല്ലാ വിധത്തിലുള്ള കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവർ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളെ ഈ നിമിഷം ഇവിടെ വെച്ചിട്ട് സഹായിച്ചാലും, അതുപോലെ തന്നെ ശ്രേയസ്സിൽ വെച്ച് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള, അതുപോലെ തന്നെ പരിശുദ്ധമായ പാവനാനം ച പാവനം, പരിശുദ്ധിയിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന ആ ഭഗവാന്റെ പ്രാപ്തി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചിന്താമണി ലോകസുഖം, ചിന്താമണി കൊണ്ട് ലൗകിക സുഖങ്ങൾ വർദ്ധിപ്പിക്കാമത്രേ, സ്വർഗസമ്പദം ഉണ്ടാക്കാമത്രേ. പക്ഷേ ഗുരുവിൻ്റെ പ്രീതി ഉണ്ടെങ്കിലേ, ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ എന്ത് കിട്ടുള്ളൂ? ഭഗവത് അനുഗ്രഹം, ഭഗവത് അനുഭൂതി, ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റുകയുള്ളൂ. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഇപ്രകാരം നമ്മൾ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലുമുള്ള അവിവേക മനസ്സിനെ വിവേകത്തിലേക്ക് ഉയർത്താൻ വഴി പറഞ്ഞു തരൂ എന്നാണ് ചുരുക്കത്തില്. ഇത് കേട്ടപ്പോൾ സൂത മഹർഷി പറയാണ്: പ്രീതി ശൗനകജിത്തേതേ യതോ വശ്മി വിചാരിജ സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം ഭക്തിയോഗവർദ്ധനം യശ്ച കൃഷ്ണ സന്തോഷഹേതുകം തദഹം തേ വിദാസ്യാമി സാവധാനയാ ശൃണു കാലവ്യാളമുഖഗ്രാസത്രാസ നിർണാശഹേതവേ ശ്രീമൽ ഭാഗവതം ശാസ്ത്രം കലോകീരേണ ഭാഷിതം. എല്ലാവിധത്തിലുമുള്ള കാലദോഷം, നമ്മളൊക്കെ എങ്ങനെയാണത്രേ? കാലമാകുന്ന പാമ്പിന്റെ വായിൽ കുരുങ്ങിയിരിക്കുന്നവരാണ്. അതിൽപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തമാവാൻ ശ്രീമൽ ഭാഗവതം ശാസ്ത്രം ഈ കലിയിൽ ആര് പറഞ്ഞിരിക്കുന്നു? വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീശുകൻ. അപ്പൊ ഇവിടെ മരുന്ന് ഇതാണ്. അജ്ഞാനത്തിൽ നിന്നും അല്ലെങ്കിൽ അവിവേകത്തിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ വേണ്ടത് എന്ത് കേൾക്കലാണ്? ഭാഗവതം ശാസ്ത്രം. വളരെ ശ്രദ്ധിക്കണേ പ്രയോഗം. ഈ ഭാഗവതത്തെ പുരാണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇതിനെ ശാസ്ത്രം എന്നാണ്. ശാസ്ത്രം എന്നുള്ള ശബ്ദത്തിന് അർത്ഥം, ഇതൊക്കെ നമ്മൾ
മനസ്സിലാക്കിയിരിക്കുന്നതുണ്ടല്ലോ. ഈ ഭാഗവതമൊക്കെ കുട്ടിക്കാലം മുതലേ നിങ്ങൾ ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന കുറേ ദേവന്മാരുടെ കഥ, ശ്രീകൃഷ്ണന്റെ കഥ, ഇങ്ങനെയൊക്കെയല്ലേ. കഥകളെ ഒരിക്കലും ശാസ്ത്രം എന്ന് പറയില്ല, അതിനെ പുരാണം എന്നേ പറയുള്ളൂ. എന്നാൽ ഭാഗവതത്തിൽ ഇവിടെ പറയുന്ന സൂതമഹർഷി പറയുന്നത് ഇത് പുരാണം എന്നല്ല. ശരിക്കും ഭാഗവതം 18 പുരാണങ്ങളിൽ ഒരു പുരാണമാണ് ഏത്? ഭാഗവതം. പക്ഷെ ഇവിടെ പുരാണം എന്നല്ല വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ ശാസ്ത്രം എന്നാണ്. അപ്പൊ എന്താണ് ഈ ശാസ്ത്രം എന്നുള്ള ശബ്ദത്തിനർത്ഥം? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നിമിഷം അനുഭവിക്കാൻ സാധിക്കുന്നത്, ഈ നിമിഷം ഇവിടെ വെച്ച് അനുഭവിക്കാൻ പറ്റുന്നത്, അനുഭവിക്കാൻ പറ്റുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസനാൽ ത്രായതേ ശാസ്ത്രം, ശാസന കൊണ്ട് നമ്മളെ ഉയർത്തി അനുഭവിക്കാൻ സാധിക്കുന്നു. മനസ്സിലായില്ലേ സ്വാമി എന്താ പറഞ്ഞതെന്ന്? അതായത് ശാസ്ത്രം വരുന്നത് ശ്രദ്ധയിൽ നിന്നാണ്. ശാസ്ത്രം വരുന്നത് ശ്രദ്ധയിൽ നിന്നാണ്. ഇന്ന് നമുക്ക് ശ്രദ്ധ എന്നുള്ള വാക്കിനുണ്ടല്ലോ, നമ്മൾ അത്ര അങ്ങോട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. കാരണം നമ്മുടെ ഈ മതത്തിന്റെ സംസ്കാരങ്ങളൊക്കെ നിൽക്കുന്നത് വിശ്വാസത്തിലാണ്. നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, വിശ്വാസത്തിലാണ്. എല്ലാം വിശ്വാസം. സാധാരണ ആളുകൾ സംസാരിക്കാറുണ്ട്, എനിക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ട്, എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്, എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്. വിശ്വാസം എന്നുള്ള വാക്കാണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറ്. എന്നാൽ വിശ്വാസവും ശ്രദ്ധയും വലിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ശ്രദ്ധ വരുന്നത് അറിവിൽ നിന്നാണ്, വിശ്വാസം വരുന്നത് സംശയത്തിൽ നിന്നാണ്. എന്താണ്? ശ്രദ്ധ വരുന്നത് അറിവിൽ നിന്നാണ്, വിശ്വാസം വരുന്നത് സംശയത്തിൽ നിന്നാണ്. വീട്ടിൽ കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നീയാണ് ലഡു എടുത്തത് എന്ന് എനിക്കൊരു സംശയമുണ്ട് നിന്റെ കാര്യത്തിൽ. ഇവിടുന്ന് ഈ സാധനം എടുത്ത് നീയാണോ സംശയമുണ്ട്? വിശ്വസിക്കൂ അമ്മേ, ഞാനല്ല എടുത്തത്, നമ്മളെന്താ പറയാ? വിശ്വസിക്കൂ എന്നാണ് അല്ലേ? അങ്ങനെയല്ലേ? എനിക്കൊരു സംശയമുണ്ട് നീയാണോ എടുത്തത്. പിന്നെ നമ്മൾ പറയുന്ന ഈ പ്രയോഗം ഉണ്ടല്ലോ, അനവധി തവണ ആവർത്തിക്കുന്ന സാധനമാണ് സംശയം. എനിക്കൊരു സംശയമുണ്ട് അവരാണോ എന്ന്, അല്ലെങ്കിൽ സംശയമുണ്ട് അവർ തന്നെയാണോ വന്നത്, ഇവരാണോ വന്നത്. നോക്കൂ, അവരോട് വലിയ കൂട്ടൊന്നും കൂടണ്ടോ, എനിക്ക് അവൻ്റെ പോക്ക് അത്ര ശരിയില്ല എന്നുള്ളൊരു സംശയമുണ്ട്, തോന്നലുണ്ട്. ഇതൊക്കെ സംശയത്തിലാണ്. അപ്പൊ സംശയത്തിൽ നിന്നാണ് വിശ്വാസം വരുന്നത്. എന്നാൽ ശ്രദ്ധ വരുന്നതോ അറിവിൽ നിന്നാണ്. അമ്മ പറയാണ് വീട്ടിൽ, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മകൻ ദുബായിൽ നിന്ന് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലെ ബാത്റൂം വളരെ വഴുക്കലുണ്ട്, സ്ലിപ്പറിയാണ്. അപ്പം അവൻ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾ പറയും, മോനെ സൂക്ഷിക്കൂ, ശ്രദ്ധിക്കൂ, ബാത്റൂം നല്ല വഴുക്കലുണ്ട്. നിങ്ങൾ പറയോ, കുട്ടി നല്ല വഴുക്കലുണ്ട്, വേണേ വിശ്വസിച്ചോളൂ എന്ന്? ഉപയോഗിക്കുമോ വാക്ക്? ആരും ഉപയോഗിക്കാറില്ല. കാരണം നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ത് വഴുക്കലുണ്ട്, നിങ്ങൾക്ക് അറിവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കൂ, ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താണ് ഗ്യാസിൽ വല്ല പാലോ അല്ലെങ്കിൽ ചായയോ വെച്ചിരിക്കുന്നു, പാത്രം നല്ല ചൂടുണ്ട്, കുട്ടി ചെന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക? എടുക്കുമ്പോൾ സൂക്ഷിക്കൂ അല്ലെങ്കിൽ ശ്രദ്ധിക്കൂ, അത് പൊള്ളും. നിങ്ങൾ പറയോ, പാത്രം നല്ല ചൂടുണ്ട് കേട്ടോ, വേണേ വിശ്വസിച്ചോളൂ എന്ന് പറയോ? ഇല്ല. കാരണം നിങ്ങൾക്ക് നല്ലവണ്ണം ഉറപ്പുണ്ട്, അറിവുണ്ട്. അപ്പൊ ശ്രദ്ധ എന്നുള്ള വാക്ക് വരുന്നത് അറിവിൽ നിന്നാണ്. എന്നാൽ വിശ്വാസം വരുന്നതോ സംശയത്തിൽ നിന്നാണ്. ഈശ്വരനിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഈശ്വരൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് തന്നെ. ഒരിക്കലൊരു ആള് ഒരു അമ്പലത്തിൻ്റെ അടുത്ത് ബാറ് പണിതു. ആ ബാറ് പണിയുമ്പോൾ തന്നെ അമ്പലത്തിലെ കമ്മിറ്റിക്കാരെല്ലാവരും ചേർന്ന് അമ്പലത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഇത് പൊളിയണേ, ഇത് പൊളിയണേ. അതിന് പ്രത്യേക വഴിപാടുകളും പൂജകളൊക്കെ നടക്കുന്നുണ്ട്. പൊളിയണേ പൊളിയണേ പൊളിയണേ. ഇന്ന് ഇവരുടെ പ്രാർത്ഥനയൊന്നും നടന്നില്ല. ബാറിൻ്റെ പണിയൊക്കെ ഗംഭീരമായിട്ട് നടന്നു, അത് കംപ്ലീറ്റായി. അപ്പം ഇവർക്കൊക്കെ ഒരു വിഷമം, നമ്മൾ പ്രാർത്ഥിച്ചതൊന്നും നടക്കണില്ലല്ലോ. പിന്നെ കൂട്ടായ പ്രാർത്ഥന, നാട്ടുകാരെ വിളിച്ചിട്ട് പ്രാർത്ഥന, എല്ലാവരും ഇവർക്കെതിരെ.
ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം ഭയങ്കര ഇടിയും മിന്നലും, ഇത് കത്തിച്ചാമ്പലായി. അപ്പം ഇവർ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്, കണ്ടില്ലേ? ഇവർ പാട്ടുപാടി നടന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ്, കണ്ടില്ലേ? ദൈവത്തിന് അത് ഇഷ്ടമല്ല. ഇത് പൊളിഞ്ഞ് നശിച്ചപ്പോൾ ഇയാൾ കോടതിയിൽ കേസിന് പോയി. എന്താ കേസെന്ന് വെച്ചാൽ, ഇതിവർ നേരിട്ട് നശിപ്പിച്ചിട്ടില്ലെങ്കിലും ദൈവത്തിനെ കൂട്ടുപിടിച്ച് നശിപ്പിച്ചതുകൊണ്ട് ഇവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എൻ്റെ ബാറ് പൊളിഞ്ഞത്, അതുകൊണ്ട് ഇത്രയും എനിക്ക് കോമ്പൻസേഷൻ തരണം കോടതിയിൽ. അപ്പൊ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി തീരുമാനിച്ചു, ഞങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുമില്ല. നുണ പറഞ്ഞവര്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ കുടുങ്ങില്ലേ അവര്? കോടതി സത്യം പറഞ്ഞാൽ പെട്ടുപോയില്ലേ? ഞങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുമില്ല. ഇനി ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ അടുത്ത് പലരും ഇതുപോലെ പല പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടൊന്നും അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുമായിരുന്നു എങ്കിൽ ഇത് ആദ്യമേ പൊളിയേണ്ടതായിരുന്നു. അവരെ നിഷേധിച്ചു. ജഡ്ജിന്റെ മുന്നിൽ 2 പേപ്പറും. ജഡ്ജി പറയാണ്, ഒരു പ്രത്യേക കേസിലാണ് ഇപ്പം ഞാൻ കുടുങ്ങിയിരിക്കുന്നത്, എനിക്ക് തന്നെ അതിശയം തോന്നുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടുകൂടി ജഡ്ജിന്റെ മുഖത്തേക്ക്, എന്താവോ ഇത്ര ഗംഭീരത? അല്ല, ഇതിലെന്താ വെച്ചാൽ തീരെ വിശ്വാസം ഉണ്ടാവാത്ത ഒരാളാണ് ബാറ് പണിതത്. അയാൾക്കിപ്പോ നല്ല വിശ്വാസം വന്നിരിക്കുന്നു, ഇവര് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് പൊളിഞ്ഞത്. അയാൾക്ക് നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ ശരിക്കും വിശ്വസിക്കേണ്ടവരാണ് കമ്മിറ്റിയുടെ ആൾക്കാർ. അവരിപ്പോ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല. ഇപ്പൊ വിശ്വസിക്കേണ്ടവരോട്ട് വിശ്വാസവും ഇല്ല, വിശ്വാസം ഇല്ലാത്തവന് നല്ലവണ്ണം. ഇതാണ് കാര്യം. ഇതാണ് നമുക്കൊക്കെ ഉള്ളത്. നമുക്കൊരു ഉറപ്പില്ലാത്തതിന് കാരണം നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമുക്ക് വിശ്വാസമല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അറിവിൽ നിന്ന് വരികയാണ്. ശ്രദ്ധയിൽ നിന്നാണ് ശാസ്ത്രം വരുന്നത്. എപ്പോഴാണ് പുത്രന് ശാസ്ത്രം വരുന്നത്? എപ്പോ പുത്രൻ ബാത്റൂമിലേക്ക് കാല് വെച്ചോ അപ്പൊ അവന് ബോധ്യമായി അമ്മ പറഞ്ഞത് ശരിയാണ്. അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. ആ നിമിഷം അവിടെ വെച്ച് അമ്മ പറഞ്ഞത് അനുഭവമായി. അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഭാഗവതം ശാസ്ത്രമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഹിന്ദു സംസ്കാരം അനുഭവത്തിന്റെ സംസ്കാരമാണ്. ഇവിടെ വച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒന്നിനെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. മറ്റുള്ള സംസ്കാരത്തിൽ അങ്ങനെയല്ല. മരിച്ചു പോയാൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് പോകുമോ? അവിടെ ചെന്നാൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കിട്ടുക? ക്രിസ്ത്യൻ സംസ്കാരങ്ങളൊക്കെ വിശ്വസിക്കുന്നത് മരിച്ചു പോയതിനു ശേഷമാണ്. എന്നാൽ ഭാരതത്തിൽ മരിച്ചതിന് ശേഷമുള്ള കാര്യമല്ല പറയാനുള്ളത്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആരെ അനുഭവിച്ചറിയാം? ഭാഗവതത്തിൽ ഏതൊരു സത്യത്തെയാണോ ചൂണ്ടിക്കാണിക്കുന്നത്, ഏതൊരു ഭഗവാന്റെ തേജസ്സിലേക്കാണോ നമ്മൾ നയിക്കുന്നത്, ആ ഭഗവാനെ ഇവിടെ വെച്ച് നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാം. അതുകൊണ്ട് ഭാഗവതം ശാസ്ത്രമാണ്, ഏതല്ല, ഒരു പുരാണമല്ല. മനസ്സിലായില്ലോ? അപ്പം അവസാനവും ഭാഗവതത്തിൽ പറയും തസ്മാൽ. അതുകൊണ്ട് പറയണ ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ, ഏകാദശത്തിൽ പറയുന്ന വാക്കുകളാണ്. ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ, ഭാഗവത ശാസ്ത്രത്തിൽ നല്ലവണ്ണം ശ്രദ്ധ വേണം. ഇനി ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഇത് നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി. ഈ ശാസ്ത്രം എന്നുള്ള വാക്ക് 16-ാം അധ്യായത്തിൽ ഗീത നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറയും ഭഗവാൻ, തസ്മാൽ ശാസ്ത്രം പ്രമാണന്തേ കാര്യകാര്യവ്യവസ്ഥിഷു ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. തസ്മാൽ ശാസ്ത്രം പ്രമാണം തേ. എല്ലാറ്റിനും പ്രമാണം എന്തായിരിക്കണം? ശാസ്ത്രമായിരിക്കണം. ഇന്ന് നമുക്ക് എന്തു പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല പലതും ആചരിച്ചത്. നമ്മൾ കുട്ടിക്കാലത്തെ അച്ഛനമ്മമാർ അമ്പലത്തിൽ കൊണ്ടുപോയി അങ്ങനെ പല വഴിപാടുകളും പലതും ചെയ്തു, പ്രാർത്ഥനകളൊക്കെ. അങ്ങനെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത്